സന്നിധാനത്തു നിന്നും MG പ്രതീഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ശബരിമലയിൽ എനിക്ക് തോന്നുന്നു തിരക്ക് കൂടി വരുന്നുണ്ട്. ഇന്നലെ 80,000-ലധികം അല്ലേ തീർത്ഥാടകർ അവിടെ ദർശനം നടത്തിയാണ്. അത് എനിക്ക് തോന്നുന്നു ഈ സീസണിലത്തെ ഏറ്റവും കൂടുതൽ പേർ ഒരു ദിനത്തിലെത്തുന്ന ദിനമാണോ ഇന്നലെ കഴിഞ്ഞു പോയത്? പ്രജിൻ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ചില ദിവസങ്ങളിലെ തിരക്ക് കുറവ് ഒഴിച്ചാൽ ശബരിമലയിൽ ഓരോ ദിവസം കഴിയുന്തോറും തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ 80,000-ലധികം തീർത്ഥാടകരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. അതേ സമാനമായ ഒരു തിരക്ക് തന്നെയാണ് ഇന്ന് രാവിലെയും ശബരിമലയിൽ അനുഭവപ്പെടുന്നത്. കാരണം രാവിലെ നട തുറന്നത് മുതൽ തന്നെ വലിയ തീർത്ഥാടക തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. പമ്പയിൽ നിന്ന് കൂടുതലായി തീർത്ഥാടകർ ശബരിമല സന്നിധാനത്തിലേക്ക് എത്തുന്നുണ്ട്. ഈ പുലർച്ചെ 3 മണിക്ക് നട തുറന്ന് 4 മണിവരെ 20,000 തീർത്ഥാടകരാണ് ഇന്ന് മാത്രം ദർശനം നടത്തിയത്. ഈ തീർത്ഥാടകരുടെ എണ്ണം ഈ 6 മണിയോട് കൂടി ആകുമ്പോൾ അതൊരു 30,000-ലേക്ക് പോകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ ആ തീർത്ഥാടകരുടെ തിരക്ക് നമുക്ക് പ്രകടമാണ്. 18-ാം പടി ചവിട്ടി ഈ ഫ്ലൈ ഓവറിലൂടെ അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന തീർത്ഥാടകരുടെ ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതര സംസ്ഥാനത്ത് നിന്നും ഒപ്പം നമ്മുടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി തീർത്ഥാടകരാണ് ശബരിമല ദർശനത്തിനായി ഇവിടെ എത്തിയിട്ടുള്ളത്. ഫ്ലൈ ഓവറിലടക്കം ഇപ്പോഴും ഈ തീർത്ഥാടകർ ഈ അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽപ്പുണ്ട്. ഒപ്പം ഈ ഇരുമുടിക്കെട്ടില്ലാതെ സിവിൽ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന തീർത്ഥാടകരുടെ തിരക്കം ശബരിമലയിൽ പ്രകടമാണ്. ഇന്ന് 70,000-ലധികം തീർത്ഥാടകരാണ് വെർച്വൽ ക്യൂ വഴി തന്നെ ശബരിമല ദർശനത്തിനായി ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന് പുറമെ സ്പോട്ട് ബുക്കിംഗ് വഴിയും നിരവധി തീർത്ഥാടകർ ശബരിമലയിൽ ദർശനത്തിന് എത്തുന്നുണ്ട്. കാരണം തുടക്ക സമയത്ത് ഈ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം കുറവായിരുന്നു. പക്ഷേ ദേവസ്വം ബോർഡ് തന്നെ ഈ കൂടുതൽ തീർത്ഥാടകരെ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്നതിന് ഒരു പ്രേരണ നൽകിയതോടുകൂടി തന്നെ ഓരോ ദിവസം കഴിയുന്തോറും സ്പോട്ട് ബുക്കിംഗ് വഴിയുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട്. ഇന്നലെയും 12,000-ന് മുകളിൽ തീർത്ഥാടകരാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമലയിൽ ദർശനത്തിന് എത്തിയത്. അതുകൊണ്ട് തന്നെ വെർച്വൽ ക്യൂ വഴിയും അല്ലാതെയും എത്തുന്ന ഓരോ അയ്യപ്പ തീർത്ഥാടകർക്കും ശബരിമലയിൽ ദർശനം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് കൂടാനുള്ള ഒരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. കാരണം 12 വിളക്ക് അടുക്കുകയാണ്. അതിനുശേഷമായിരിക്കും ശബരിമലയിൽ കൂടുതൽ തീർത്ഥാടകർ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ ശബരിമലയിൽ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. അതിനുള്ള പുതിയ പോലീസുകാർ ഇന്നലെയാണ് ചുമതലയേറ്റത്. ഓരോ 10 ദിവസം കഴിയുന്തോറും പോലീസ് ഉദ്യോഗസ്ഥരാണ് ശബരിമലയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശബരിമലയിൽ നിരവധി ഭക്തർ എത്തിച്ചേരുന്നു.